നമസ്കാരം. ഓരോ ഗ്രഹത്തിനുമുള്ള കാരകത്വത്തെക്കുറിച്ച് അറിയാം. സൂര്യനെ പിതൃകാരകൻ എന്ന് പറയുന്നു. പ്രാണകാരകനെന്നും ആത്മകാരകനെന്നും പറയും. പിതാവ് ആയുസ്, ആത്മസൗഖ്യം, പ്രതാപം, ഉദ്യോഗ സംബന്ധമായ ഭരണാധികാരം, ധൈര്യം, ശൗര്യം, ഉത്സാഹം, വൈദ്യവൃത്തി, കീർത്തി, കാട്ടിലും മലയിലുമുള്ള സഞ്ചാരം, ദൈവഭക്തി, രാജധാനി, കിഴക്കുദിക്ക്, പിത്തജ്വരം, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ, സ്വർണം, ഇവയുടെ എല്ലാം കാരകൻ സൂര്യനാണ്. ആയതിനാൽ ഇവകൾ സൂര്യനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ഇനി ചന്ദ്രനാണ്. ചന്ദ്രനെ മാതൃകാരകൻ, ദേഹകാരകൻ, മനക്കാരകൻ എന്നിങ്ങനെ പറയുന്നു. മാതാവ് മനസ്സ്, ദേഹസൗഖ്യം, ഉദ്യോഗം, കീർത്തി, ശാന്തസ്വഭാവം, രാത്രി, കൃഷി, ബുദ്ധി, വടക്കു പടിഞ്ഞാറേ ദിക്ക്, സുഖഭോജനം, ദേഹസൗന്ദര്യം, ജലദോഷം, അജീർണം മുതലായ രോഗങ്ങൾ, വെള്ളനിറം, വെള്ളിലോഹം, ഇവയുടെ എല്ലാം കാരകൻ ചന്ദ്രനാണ്. ആയതിനാൽ ഇവകൾ ചന്ദ്രനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. കുജനെ സഹോദരകാരകനെന്ന് അറിയപ്പെടുന്നു. സഹോദരൻ, നിർവികാരത, ഓജസ്, ഭൂമി, പട്ടാളം, പോലീസ്, ധൈര്യം, ആപത്ത്, ക്രൂരത, യുദ്ധം, അഗ്നി, കൊലപാതകം, വൈധവ്യം, മംഗല്യം, വ്യഭിചാരം, കള്ളൻ, ശത്രു, രക്തം പോക്ക്, ചൊറി, വ്രണം, മസൂരി മുതലായ രോഗങ്ങൾ, കനകം, ശസ്ത്രക്രിയാദി പ്രവൃത്തികൾ, വ്യവഹാരം, ഇവയുടെ കാരകൻ കുജനാണ്. ആയതിനാൽ ഇവകൾ കുജനെ കൊണ്ട് വേണം ചിന്തിക്കുവാൻ. ഇനി ബുധനാണ്. വിദ്യാകാരകൻ എന്നറിയപ്പെടുന്നു. വിദ്യ, തൊഴിൽ, ഭൂമി, മേധാശക്തി, പാണ്ഡിത്യം, വാക്ചാതുര്യം, കണക്ക്, ശാസ്ത്രവിദ്യ, കലാവിദ്യ, ഉന്നത വിദ്യാഭ്യാസം, അമ്മാവൻ, അനന്തിരവൻ, വിഷ്ണുഭക്തി, സത്യവാക്ക്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവയുടെ എല്ലാം കാരകൻ ബുധനാകുന്നു. ആയതിനാൽ ഇവകൾ ബുധനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ഇനി വ്യാഴത്തെ പുത്രകാരകനെന്നും ധനകാരകനെന്നും പറയുന്നു. സ്വർണം, ധനസമ്പാദനം, പുത്രൻ, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, കീർത്തി, ദൈവഭക്തി, ദയവ്, ഭാര്യാസുഖം അല്ലെങ്കിൽ ഭർത്തൃസുഖം, സാത്വിക സ്വഭാവം, സൽഗതി, വിദ്വത്വം, ബുദ്ധി, ഉത്തമ പ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, വടക്കു കിഴക്കേ ദിക്ക്, ഇവയുടെ കാരകൻ വ്യാഴമായതിനാൽ ഇവയെ വ്യാഴത്തിനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ശുക്രനെ കളത്രകാരകൻ എന്ന് പറയുന്നു. ഭാര്യാവിവാഹം, ഭർത്താവ്, സൗകുമാര്യം, സമ്പത്ത്, വസ്ത്രം, ആഭരണം, നിധി, മൈഥുനം, വാഹനം, ഐശ്വര്യം, സംഗീതം, നാട്യം, കവിത്വം, കാഥികത്വം, മന്ത്രിത്വം, ബഹുസ്ത്രീ സംഗത്വം, ഉത്സാഹം, മദനവ്യാപാരം, സംഭാഷണ ചാതുര്യം, അലങ്കാരം, ശയനോപകരണങ്ങൾ, തെക്കുകിഴക്കേ ദിക്ക്, മൂത്രസംബന്ധമായ രോഗം എന്നിവയ്ക്കൊക്കെ കാരകൻ ശുക്രനാണ്. ആകയാൽ ഇവയെ ശുക്രനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ശനി മരണകാരകൻ എന്ന് പറയുന്നു. മരണം, രോഗം, ദാസഭാവം, ആയുസ്, അന്യഭാഷാ വിദ്യാഭ്യാസം, അപമാനം, ദാരിദ്ര്യം, ആപത്ത്, അശൗചം, ഇരുമ്പ് സംബന്ധമായ തൊഴിൽ, നീച്ച സംസർഗം, അലസത, കാരാഗൃഹം, ബന്ധനം, സന്ധ്യ, ധാന്യസംഭരണം, ഓർമ്മക്കുറവ്, നാശം, കറുപ്പ് നിറം, ശാസ്താവ്, വാതവ്യാധി, ഇവയൊക്കെ ശനിയെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ഇനി രാഹു. അന്യഭാഷാ പഠനം, രാസവാദം, ചെപ്പടി വിദ്യ, ഔഷധപ്രയോഗം, വൈദ്യവിദ്യ, കുഷ്ഠം മുതലായ ത്വക്ക് രോഗങ്ങൾ, സർപ്പം, ഇവയുടെ കാരകൻ രാഹുവാണ്. ആയതിനാൽ ഇവയെ രാഹുവിനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. ഇനി കേതു. മോക്ഷം, ദുഃഖം, വടക്കു പടിഞ്ഞാറൻ ദിക്ക്, ആംഗ്ലോ ഇന്ത്യൻ ഭാഷ, വായു സംബന്ധമായ രോഗം, ഇവയൊക്കെ കേതുവിനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.